നമസ്കാരം. നാളെ ഫെബ്രുവരി 26 നാളെ ശിവരാത്രിയാകുന്നു. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഏവർക്കും വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കണം എന്നില്ല. ഇനി വ്രതം അനുഷ്ഠിക്കുന്നവരോ വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കാത്തവരോ ആണ് എങ്കിൽ പോലും ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യുക. തീർച്ചയായും ആ വീടുകളിൽ ഐശ്വര്യം നാൾക്ക് നാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച്, നാളെ ചെയ്യാതിരിക്കാൻ പാടില്ലാത്തതായ ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക. ഓം ഹ്രീം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തേതായ കാര്യം, ഇന്നേ ദിവസം രാത്രി നിങ്ങളുടെ വീട്ടിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വീട്ടിലെ അടുക്കള ഗ്രാമ്പു കർപ്പൂരം ഉപയോഗിച്ച് 3 വട്ടം ഒഴിയുന്നത് ഏറ്റവും ഉത്തമമാണ്. ഒരു താലത്തിൽ ഗ്രാമ്പു കർപ്പൂരം ഇട്ട് 3 വട്ടം നിങ്ങളുടെ വീടിനെ ഒഴിയുക. കൂടാതെ വീടിന്റെ പുറത്തിറങ്ങി വീടിനെയും 3 വട്ടം ഇപ്രകാരം നിങ്ങൾ ഒഴിയുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട ചില നെഗറ്റീവായ ഊർജങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കും. പിന്നീട് വീടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കൈയും കാലും കഴുകിയതിന് ശേഷമാണ് പ്രവേശിക്കേണ്ടത്, അഥവാ ദേഹശുദ്ധി വരുത്തി പ്രവേശിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. നാളെ പിതൃപ്രീതിക്ക് ഉത്തമമായ കാര്യങ്ങൾ ചെയ്യുന്നത് ശുഭകരമാണ്. അതിൽ പ്രധാനമായും ചെയ്യുവാൻ സാധിക്കുന്നത് കാക്കയ്ക്ക് ചോറ് നൽകുക എന്നതാണ്. പിതൃക്കളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ ഒരു പക്ഷിയാണ് കാക്ക. കാക്കയ്ക്ക് നാളെ ചോറ് നൽകുന്നത് അതീവ ശുഭകരമാണ്. ചോറ് തയ്യാറാക്കിയതിനു ശേഷം ആദ്യം ഒരു പിടി ചോറ് വാഴയിലയിൽ അല്ലെങ്കിൽ വൃത്തിയുള്ള പാത്രത്തിൽ വീടിന്റെ കിഴക്ക് ദിശയിൽ വച്ച് നൽകുന്നതാണ് ഏറ്റവും ഉത്തമം. 3 തവണ ജലം തളിച്ചതിന് ശേഷമാണ് ഇപ്രകാരം നൽകേണ്ടത്. ജലം നൽകുക, അതായത് ഒപ്പം അല്പം ജലം കൂടി വയ്ക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ പിതൃപ്രീതിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാണ്. അല്ലെങ്കിൽ ഇരട്ടിക്കുന്നതിന് അത് സഹായകരമായി തീരുന്നതുമാണ്. നാളെ പ്രത്യേകിച്ചും പക്ഷി മൃഗാദികൾക്ക് ആഹാരം, ജലം എന്നിവ നൽകുന്നത് ഉത്തമമാണ്. തീർച്ചയായും പക്ഷി മൃഗാദികളെ ഉപദ്രവിക്കാതിരിക്കുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹായം ചോദിച്ചു വരുന്നവരെ വെറും കൈയോടെ വിടരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. നിങ്ങൾക്ക് സാധിക്കുന്നതായ സഹായം അവർക്ക് നിങ്ങൾ നൽകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ബ്രാഹ്മമുഹൂർത്തത്തിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. അതിനാൽ തീർച്ചയായും ഈ കാര്യത്തിന് പ്രാധാന്യം നിങ്ങൾ നൽകണം. ബ്രാഹ്മമുഹൂർത്തത്തിൽ തീർച്ചയായും നിങ്ങൾ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. ഈ സമയം വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ആ കുടുംബത്തിൽ ഐശ്വര്യവും ഉയർച്ചയും വന്നു ചേരുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മഹാമൃത്യുഞ്ജയ മന്ത്രം ഇന്നേ ദിവസം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. മൃത്യുഞ്ജയ മന്ത്രങ്ങളും മറ്റു മന്ത്രങ്ങളും ജപിക്കാം. എന്നാൽ മൃത്യുഞ്ജയ മന്ത്രം തീർച്ചയായും ജപിക്കുവാൻ ഏവരും ഇന്നേ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ ഇന്നേ ദിവസം ഭഗവാന് പുഷ്പങ്ങൾ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് എരിക്കിന്റെ പൂക്കളും കൂടാതെ വെളുത്ത പൂക്കളാണ് എങ്കിൽ പോലും സമർപ്പിക്കാം. കൂടാതെ അതോടൊപ്പം കൂവളയില കൂടി സമർപ്പിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ ഏറ്റവും വിശേഷമാണ്. സാധിക്കുന്നവർ കരിക്ക് കൂടി സമർപ്പിക്കുക. ഇപ്രകാരം ചെയ്യുന്നത് ആ വീടുകളിൽ ശിവപ്രീതി ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. മറ്റൊന്ന് കുളിക്കുന്ന ജലവുമായി ബന്ധപ്പെട്ടാണ്. ഇന്നേ ദിവസം കുളിക്കുമ്പോൾ തീർച്ചയായും ആ ജലത്തിൽ അല്പം ഉപ്പിട്ട് കുളിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇപ്രകാരം ചെയ്യുന്നത് ആ പോസിറ്റീവ് ഊർജം നിങ്ങളിലേക്ക് ഇരട്ടിക്കുവാൻ സഹായകരമായി തീരും. നെഗറ്റീവായ പല ഊർജങ്ങളെയും ഒഴിവാക്കുവാൻ സഹായകരമായി തീരും. കൂടാതെ വിളക്കിന് മുൻപിൽ ഇന്നേ ദിവസം പഴം സമർപ്പിക്കുന്നതും അതീവ ശുഭകരമായ ഒരു കാര്യമാകുന്നു. ഇന്നേ ദിവസം സാധിക്കുന്ന ഏവരും ആ ഒരു കാര്യവും പ്രത്യേകം ചെയ്യേണ്ടതായിട്ടുണ്ട്. ശിവചിത്രം
തീർച്ചയായും തുടച്ച് വൃത്തിയാക്കി പൂക്കൾ വെളുത്ത പൂക്കളാണ് എങ്കിലും നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ശിവചിത്രങ്ങളും വീട്ടിലെ മറ്റ് ദേവതാ ചിത്രങ്ങളും തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം അതിൽ അല്പം പച്ചക്കർപ്പൂരമിട്ട ജലത്തിൽ തുടച്ച് വൃത്തിയാക്കുകയാണ് എങ്കിൽ ഇരട്ടി ഫലദായകം തന്നെയാണ്. ഇപ്രകാരം തുടച്ച് വൃത്തിയാക്കി പൂക്കൾ, പ്രത്യേകിച്ചും വെളുത്ത പൂക്കൾ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. മറ്റു പൂക്കളൊന്നും ലഭിച്ചില്ല എങ്കിൽ പോലും തീർച്ചയായും വെളുത്ത പൂക്കൾ നിങ്ങൾ സമർപ്പിക്കുകയാണ് എങ്കിൽ ഇരട്ടി ഫലമാണ് ലഭിക്കുക. മറ്റു പൂക്കളും നിങ്ങൾക്ക് സമർപ്പിക്കാം, എന്നാൽ വെളുത്ത പൂക്കൾക്ക് പ്രാധാന്യം നൽകുക. ശിവക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും മീനൂട്ട് വഴിപാട് നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. കൂടാതെ അന്നദാനത്തിനായി കഴിയുന്ന പണം ഇന്നേ ദിവസം നിങ്ങൾ നൽകുന്നതും ശുഭകരമായ ഫലം നൽകും. കൂടാതെ ബില്വപത്ര പുഷ്പാഞ്ജലിയും ഇന്നേ ദിവസം നടത്തുന്നത് അതീവ ശുഭകരമാണ്. ആ കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. അതിനാൽ തീർച്ചയായും ഈ 3 കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുക. സാധിക്കുന്നവരാണ് എങ്കിൽ കൂവളമാലയും ധാരയും പിൻവിളക്കും കൂടി നടത്തി പ്രാർത്ഥിക്കുക. ഭാര്യയ്ക്ക് പുതുവസ്ത്രം സമ്മാനിക്കുന്നതും കുട്ടികൾക്കും ഇപ്രകാരം വസ്ത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ സമ്മാനിക്കുന്നതും ശുഭകരമാണ്. അവരുടെ മനസ്സ് സന്തോഷിക്കുന്നത് ആ കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ശിവക്ഷേത്രത്തിൽ നിന്നും തീർച്ചയായും പ്രസാദം വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. അതിനാൽ സാധിക്കുന്ന ഏവരും ആ ഒരു കാര്യത്തിനും വളരെയധികം പ്രാധാന്യം നൽകണം. കൂടാതെ ഇന്നേ ദിവസം സുമംഗലികളായ സ്ത്രീകൾ തീർച്ചയായും ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യം ചെയ്യണം. താലി, കുങ്കുമം എന്നിവ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ പൂജിച്ച് വാങ്ങുന്നത് ഏറ്റവും ശുഭകരമാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഏറ്റവും ശുഭകരമായി തന്നെ ഭവിക്കും. അനുകൂലമായ കാര്യങ്ങൾ, എത്ര തന്നെ ദുരിതങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിക്കുന്നു എങ്കിൽ പോലും ക്രമേണ അത്തരം കാര്യങ്ങൾ കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യത്തിനും പ്രാധാന്യം നൽകുക. കൂടാതെ ഇന്നേ ദിവസം സുമംഗലികളായ സ്ത്രീകൾ സിന്ദൂരം നിർബന്ധമായും അണിയണം. താലിയും കൂടാതെ കുപ്പിവളകൾ അണിയുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു. തീർച്ചയായും ഈ കാര്യങ്ങൾക്കും വളരെയധികം പ്രാധാന്യം നൽകുക. കൂടാതെ ശിവമന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും ഇന്നേ ദിവസം പ്രത്യേകിച്ചും ജപിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. 2 നേരം കുളിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അതിരാവിലെയും സന്ധ്യയ്ക്കും തീർച്ചയായും വിളക്ക് തെളിയിക്കുകയും ശിവമന്ത്രങ്ങൾ ഉരുവിടുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായും ആ വീടുകളിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. ഈ കാര്യങ്ങൾ എല്ലാം തന്നെ ചെയ്യുവാൻ ഏവരും ശ്രമിക്കുക. കൂടാതെ നീല ശംഖുപുഷ്പം നിങ്ങളുടെ തലയിൽ ചൂടുന്നതും ഏറ്റവും ശുഭകരമാണ്. ആ വീടുകളിൽ സൗഭാഗ്യം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും.